ുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഒരു പുതുവർഷ പുലരിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏതൊരു വർഷമാണ്? ഇംഗ്ലീഷ് കൊല്ലമാണെങ്കിൽ നമ്മളെല്ലാം പാതിരാത്രി കാത്തിരുന്ന് ആരൊക്കെയോ പൊട്ടിക്കുന്നത് കാണാനും സ്വരങ്ങൾ കേൾക്കാനും ഇരിക്കുമെങ്കിൽ, വിശ്വാസികളുടെ ഹൃദയത്തിൽ ഓർമ്മയുടെ ഓലപ്പടക്കങ്ങളല്ല, ഓർമ്മയുടെ മാലപ്പടക്കങ്ങൾ ഇന്നലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള മനോഹരമായ സ്മൃതികളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഹിജ്റയുടെ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇസ്ലാമിക ലോകത്തിനൊരു കലണ്ടർ വേണം. ഈ കലണ്ടർ എവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത്? മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചർച്ച വരികയാണ്. ഇസ്ലാമിക കലണ്ടർ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? വർഷം കണക്കാക്കി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ചില ആളുകൾ പറഞ്ഞു, മിൻ മൗലിദി റസൂലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന്റെ നാളിൽ നിന്ന്. ചില ആളുകൾ പറഞ്ഞു, മിൻ വഫാത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന്റെ നാളിൽ നിന്ന്. അങ്ങനെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ വന്നപ്പോൾ അതാ ഉയർന്നു വന്ന പ്രബലമായ അഭിപ്രായമാണ് ലോകത്തിന്റെ ഗതികൾ മുഴുവനും മാറ്റുകയും മാനവികതയുടെ ചരിത്രത്തെ മാറ്റി എഴുതുകയും ചെയ്ത് അന്ത്യപ്രവാചകരുടെ പുണ്യപാദങ്ങൾ പതിഞ്ഞ മുന്നേറ്റത്തിന്റെ പാദസ്പർശമടയാളപ്പെടുത്തിയ ഹിജ്റയിൽ നിന്ന് തുടങ്ങാം. അങ്ങനെയാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ആ ഹിജ്റ വർഷം ഏതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത അന്നത്തേത് കണക്കാക്കിയിട്ട് ഹിജ്റയുടെ 1-ാം വർഷം എണ്ണി പിന്നീട് ഇങ്ങോട്ട് നമുക്ക് ഗണിക്കാമെന്ന് കരുതി ആ ഹിജ്റയുടെ മാസം മുഹറം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. ഇന്നോ നാളെയോ നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറിയുന്നവരെത്രയുണ്ട് ഇങ്ങനെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ വരികയാണെന്ന്? ആ ഹിജ്റ അറിയുമോ? ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ചുവടുവെപ്പിന്റെ ചരിത്രമാണ് ഹിജ്റ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതാ മഹാശ്രേഷ്ഠരായ സ്വഹാബത്തും മക്കയിൽ ഇസ്ലാമിക പ്രഖ്യാപനം നടത്തി പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ലളിതമായി നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. ഇതിൽ കുറെ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവും. ഇല്ലാത്തവർക്ക് നോക്കിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന്റെ ശകലങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അവിടുത്തെ ജന്മം മുതൽ അങ്ങോട്ടുള്ള സഞ്ചാരത്തിന്റെ നാളുകളിൽ എഴുതുകയാണ്. അതാരെഴുതുന്നു എന്നതല്ല പ്രസക്തി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ആധികാരിക അവലംബങ്ങളിൽ പരാമർശിച്ചത് മാത്രം എടുത്തുകൊണ്ടാണ് ട്വീറ്റായി നിങ്ങളുടെ കൈവെള്ളയിലേക്ക് എത്തുന്നത്. ഇവിടെയുള്ള SSFന്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അതിന്റെ ലിങ്കും ആ മെസ്സേജുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അൽഹംദുലില്ലാഹ് ദിനേന 10,000-കണക്കിന് ആളുകൾ അത് വായിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും കന്നഡയിലും തമിഴിലും ബംഗളയിലും 7 ഭാഷകളിലായി അൽഹംദുലില്ലാഹ് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ അത് വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ദിവസം ഒരു 3 മിനിറ്റ് വിനിയോഗിച്ചാൽ ഒരു പേജ് നിങ്ങൾക്ക് വായിക്കാം.